നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വാട്സപ്പിൽ വരാൻ പോകുന്നതും വന്നിട്ടുള്ളതുമായിട്ടുള്ള 5 അപ്ഡേറ്റുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ അപ്ഡേറ്റ് വാട്സപ്പ് സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. സ്റ്റാറ്റസ് അപ്ഡേറ്റ് ഇൻ ചാറ്റ് ലിസ്റ്റ്. ഇപ്പം നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് കാണുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക ഒരു ടാബ് ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ ആരൊക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അവിടെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ പുതിയ അപ്ഡേറ്റിലൂടെ സ്റ്റാറ്റസ് സെക്ഷനിൽ കാണിക്കുന്ന രീതിയിൽ തന്നെ ചാറ്റ് ലിസ്റ്റിലും ആരെങ്കിലും സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രൊഫൈൽ പിക്ചറിന് ചുറ്റുമായിട്ടൊരു ഗ്രീൻ കളർ റിങ് കാണാനായിട്ട് സാധിക്കും. ഗ്രീൻ കളറിലുള്ള ഒരു ലൈൻ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് സ്റ്റാറ്റസിലേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ആദ്യത്തെ അപ്ഡേറ്റ്. ഈ അപ്ഡേറ്റ് ഓൾറെഡി ബീറ്റാ വേർഷനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേങ്കിൽ എല്ലാ ബീറ്റാ വേർഷൻ യൂസേഴ്സിന് ഇത് കിട്ടിയിട്ടില്ല. ഞാൻ ബീറ്റാ വേർഷനാണ് ഉപയോഗിക്കുന്നത്. പക്ഷേങ്കിൽ എനിക്ക് ഈ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സപ്പ് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. ഒരു പക്ഷേ നിങ്ങളുടെ വാട്സപ്പിൽ ഈ ഒരു ഫീച്ചർ ലഭിച്ചിട്ടുണ്ടായിരിക്കും. അതായത് സ്റ്റാറ്റസ് ഇനി നമുക്ക് സ്റ്റാറ്റസ് സെക്ഷനിൽ പോകാതെ തന്നെ ചാറ്റ് ലിസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആരൊക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. രണ്ടാമത്തെ അപ്ഡേറ്റ് വാട്സപ്പിന്റെ വിൻഡോസ് വേർഷൻ നമുക്ക് ബീറ്റാ വേർഷനിലായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അത് സ്റ്റേബിൾ വേർഷൻ ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. വാട്സപ്പിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേബിൾ വേർഷൻ ഡൗൺലോഡ് ചെയ്ത് വിൻഡോസിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ ഫോണുമായിട്ട് എപ്പോഴും ഇന്റർനെറ്റ് കണക്ട് ആയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വിൻഡോസ് വേർഷനിൽ വാട്സപ്പ് ഇനി തൊട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ വാട്സപ്പ് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. തേർഡ് അപ്ഡേറ്റ് ഡിലീറ്റഡ് മെസ്സേജ് ഇനി മുതൽ നമുക്ക് അൺഡു ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു മെസ്സേജ് അയച്ചു, നമ്മളത് ഡിലീറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. പക്ഷേങ്കിൽ ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഓർക്കുന്നത് ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്യേണ്ടായിരുന്നു എന്നൊരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് കുറച്ച് സെക്കൻഡ്സിനുള്ളിൽ ആ മെസ്സേജ് അൺഡു ചെയ്ത് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. പലപ്പോഴും നമുക്ക് പറ്റാൻ സാധ്യതയുള്ള ഒരു അബദ്ധമാണ്. നമ്മൾ കുറേ ഇരുന്ന് ടൈപ്പ് ചെയ്തൊക്കെ അയക്കുന്ന മെസ്സേജ് നമ്മൾ ചിലപ്പം അന്നേരത്തെ ഒരു ചിന്തയിൽ അതങ്ങ് ഡിലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ആലോചിക്കുന്നത് അത് ഡിലീറ്റ് ചെയ്യേണ്ടായിരുന്നല്ലോ എന്ന്. അത് ഡിലീറ്റ് ചെയ്താലും കുഴപ്പമില്ല, ഇനി മുതൽ നമുക്ക് അൺഡു ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ആ മെസ്സേജ് തിരിച്ചെടുക്കാൻ സാധിക്കും. പക്ഷേങ്കിൽ ഡിലീറ്റ് ആയ മെസ്സേജ് എപ്പോഴെങ്കിലും പോയിട്ട് അൺഡു ചെയ്യാമെന്ന് വിചാരിച്ച് നടക്കത്തില്ല. ഡിലീറ്റ് ആയി ഉടൻ തന്നെ കുറച്ച് സെക്കൻഡ്സിനുള്ളിൽ തന്നെ നമുക്കത് അൺഡു ചെയ്യുകയാണെങ്കിൽ ആ മെസ്സേജ് തിരിച്ച് കിട്ടത്തുള്ളൂ. നാലാമതായിട്ടുള്ള അപ്ഡേറ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. നമുക്കിപ്പോൾ അറിയാം, ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് സ്റ്റോറീസിൽ അവതാരം ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, അതായത് നമ്മളുടെ കാർട്ടൂൺ ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വാട്സപ്പിലും പ്രൊഫൈൽ പിക്ചറിൻ്റെ സ്ഥാനത്ത് കാർട്ടൂൺ ക്യാരക്ടർ, നമ്മളുടെ തന്നെ ഏകദേശം രൂപമുള്ള കാർട്ടൂൺ ക്യാരക്ടർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പ്രൊഫൈൽ പിക്ചറായിട്ട് ഇടാനും സാധിക്കും. നിങ്ങളുടെ സ്വന്തം ഫോട്ടോ പ്രൊഫൈൽ പിക്ചറായിട്ട് വെക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് കാർട്ടൂൺ ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യാം, അവതാർ ക്രിയേറ്റ് ചെയ്യാം. അവതാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർട്ടൂൺ ക്യാരക്ടർ എന്ന് പറയാം. ഏകദേശം നമ്മളുടെ ഷേപ്പിനൊക്കെ അനുസരിച്ചുള്ള രീതിയിൽ നമുക്കത് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അത് നമുക്ക് പ്രൊഫൈൽ പിക്ചറായിട്ട് വെക്കാനും സാധിക്കും. അഞ്ചാമത്തെ അപ്ഡേറ്റ് വാട്സപ്പ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അതായത് ഇപ്പം ഞാൻ എൻ്റെ ഈ ഒരു മൊബൈൽ ഫോണിൽ വാട്സപ്പ് ലോഗിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ വേറൊരു ഫോണുണ്ട്. ഞാൻ ആ സെയിം നമ്പർ ഉപയോഗിച്ച് ഈ ഒരു ഫോണിലൂടെ വാട്സപ്പ് ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് OTP കിട്ടിയാൽ എനിക്ക് ഈ ഫോണിലും വാട്സപ്പ് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഇനി മുതൽ അങ്ങനെയല്ല. നമ്മൾ അഥവാ ലോഗിൻ ചെയ്യാനായിട്ട് മറ്റൊരു ഫോണിൽ നിന്ന് ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ലോഗിൻ അപ്രൂവൽ ഇനിയും കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് ഈ ഫോണിലേക്ക് നമുക്കൊരു അപ്രൂവൽ മെസ്സേജ്, ഈ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്സപ്പിലേക്ക് ഒരു അപ്രൂവൽ മെസ്സേജ് വരും. അത് നമ്മൾ അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ മറ്റൊരു ഫോണിൽ വാട്സപ്പിൽ ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം മറ്റുള്ളവരുടെ വാട്സപ്പിൽ എന്താണ് നടക്കുന്നത്, അവരെന്താണ് ചാറ്റ് ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ കാണുമല്ലോ. അവർ ഇതുപോലെ മൊബൈൽ നമ്പർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് OTP വരും. ആ OTP ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു ഫോണിൽ വാട്സപ്പ് വേണമെങ്കിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കും. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സാധിക്കത്തില്ല. പക്ഷേങ്കിൽ എല്ലാവരും 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഒന്നും എനേബിൾ ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല. അല്ലാത്തവരുടെ വാട്സപ്പ് വളരെ ഈസി ആയിട്ട് മറ്റൊരു ഫോണിൽ ലോഗിൻ ചെയ്യാനും ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ ആദ്യം ലോഗിൻ ചെയ്തിരുന്നിടത്തുനിന്ന് അത് ലോഗ് ഔട്ട് ആവും. അപ്പോൾ ഇനിയും മുതൽ ആ ലോഗ് ഔട്ട് ആകുന്നതിന് മുമ്പ് ഒരു അപ്രൂവൽ നമ്മൾ കൊടുക്കണം. എന്നെങ്കിൽ മാത്രമേ ആദ്യത്തെ ഫോണിൽ നിന്ന് ലോഗ് ഔട്ട് ആകുകയും രണ്ടാമതൊരു ഫോണിൽ വാട്സപ്പ് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയും ചെയ്യത്തുള്ളൂ. അപ്പം ഈ 5 അപ്ഡേറ്റുകളാണ് ഇപ്പം വാട്സപ്പിൽ വന്നിട്ടുള്ളതും വരാൻ പോകുന്നതുമായിട്ടുള്ള അപ്ഡേറ്റ്. ബീറ്റാ വേർഷനിലാണ് ഇപ്പോൾ ഈ ഫീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുള്ളത്. നിങ്ങൾ ബീറ്റാ വേർഷൻ അല്ല ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബീറ്റാ വേർഷനിലേക്ക് വാട്സപ്പിനെ മാറ്റുക. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് ഈ ഫീച്ചേഴ്സൊക്കെ ലഭിക്കത്തുള്ളൂ. അതല്ല, നിങ്ങൾക്കും ഈ അപ്ഡേറ്റുകളൊക്കെ ലഭിക്കും. ഇത് ബീറ്റാ വേർഷൻ ഉള്ളവർക്ക് വേണ്ടി മാത്രമുള്ള അപ്ഡേറ്റ് അല്ല. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴായിരിക്കും നോർമൽ വാട്സപ്പ് യൂസേഴ്സിന് ഈ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ വാട്സപ്പിൽ ലഭിച്ചു കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ കൂടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.